മാറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കുക. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക, രണ്ട് കൈ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുന്നിലേക്ക്, പ്രണമാസനം. ഓക്കെ, രണ്ട് കൈ ഇങ്ങനെ കൂപ്പി മുന്നിലോട്ട് നിൽക്കുക. അവിടെ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ പുറകിലേക്ക്, ഹസ്ത ഉത്ഥാനാസനം. അവിടെ നിന്ന് ശ്വാസം പുറത്തേക്ക് വിട്ട് രണ്ട് കൈ കാലിൻ്റെ രണ്ട് സൈഡിലോട്ട് വയ്ക്കുക. ഇതിനെ പാദഹസ്താസനം എന്നാണ് പറയുന്നത്. പറ്റുന്നത് പോലെ ഈ ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടിൽ തേയ്മാനമൊക്കെ ഉള്ളവർ കാലിൻ്റെ മുട്ടിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് റിലാക്സ് ആയിട്ട് നിന്നാലും മതി. ഓക്കെ, അവിടെ നിന്ന് വലത് കാൽ പുറകിലേക്ക്. കണ്ടോ, വലത് കാലിൻ്റെ മുട്ട താഴെ ഇരിക്കണം. കണ്ടോ, രണ്ട് കൈ രണ്ട് കാലിൻ്റെയും രണ്ട് സൈഡിലായിട്ട് വയ്ക്കുക, മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. ഇതിനെ അശ്വസഞ്ചലനാസനം എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ നിന്ന് മുന്നിൽ ഇരിക്കുന്ന കാല്, ഇടത് കാല് പുറകിലേക്ക് കൊണ്ടുവരാം. പുറകിലേക്ക് കൊണ്ടുവന്ന് ദണ്ഡാസനം. പുഷപ്പ് എടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുക. രണ്ട് കൈയിലും കാലുമായിട്ട് നിൽക്കുക. നിന്നതിന് ശേഷം നമ്മുടെ ബോഡി ഒന്ന് ഫ്രണ്ടിലോട്ടാക്കി കൊടുക്കുക. നമ്മുടെ നോട്ട ഫ്രണ്ടിലേക്ക്. കണ്ടോ, അവിടെ അഷ്ടാംഗ നമസ്കാരം. രണ്ട് കാൽമുട്ട ആദ്യം താഴെ വയ്ക്കുക. രണ്ട് കൈയുടെ നടുക്കോട്ട് നെഞ്ചിനെ ഇങ്ങനെ കൊണ്ടുവരാം. നെറ്റി താഴെ വയ്ക്കുക, അല്ലെങ്കിൽ താടി വയ്ക്കുക. അവിടെ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗാസനം, ഹെഡും ചെസ്റ്റും അകത്ത്. അവിടെ നിന്ന് കൈക്ക് നല്ല ബലം കൊടുക്കുക, കാലിന് ബലം കൊടുക്കുക, തല അകത്തോട്ട് കൊണ്ടുപോകുക, പർവ്വതാസനം. അവിടെ നിന്ന് വലത് കാല് ഫ്രണ്ടിലെടുത്ത് വയ്ക്കണം. കണ്ടോ, ആദ്യമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, പർവ്വതാസനത്തിൽ നിന്നതിന് ശേഷം രണ്ട് കാൽമുട്ട താഴെ വയ്ക്കുക. കണ്ടോ, രണ്ട് കാൽമുട്ട താഴെ വച്ചതിന് ശേഷം വലത് കാലിനെ എടുത്ത് സാവധാനം കൈ കൊണ്ട് പിടിച്ച് രണ്ട് കൈയുടെയും നടുക്കോട്ട് കൊണ്ടുവരാം. കണ്ടോ, ഇനി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് നിൽക്കും. പുറകിരിക്കുന്ന കാലം കൂടെ സാവധാനം എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരാം, പാദഹസ്താസനം. അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ പുറകിലേക്ക് വളയ്ക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവും. ആദ്യം നമ്മൾ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചാൽ മതി. ശ്വാസമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക, രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവന്ന് പ്രണമാസനം. അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ പുറകിലേക്ക്, ഹസ്ത ഉത്ഥാനാസനം. അവിടുന്ന് ശ്വാസം പുറത്തേക്ക് വിട്ട് കാലിൻ്റെ രണ്ട് സൈഡിലോട്ട് കൈ വയ്ക്കുക, പറ്റുന്നത് പോലെ. ഇനി അടുത്ത് ഇടത് കാലാണ് പുറകിലേക്ക് വയ്ക്കുകയാണ്. നേരത്തെ നമ്മൾ എത്രയാണ് ഏതാണ് വെച്ചത്, വലത് കാലാണ് വെച്ചത്. ഇനി ഇടത് കാല് പുറകിലേക്ക് ഇറക്കി വയ്ക്കും. രണ്ട് കൈയുടെയും നടുക്ക് വലത് കാലിരിക്കുന്നു, ഇടത് കാല് കണ്ടോ മുട്ട താഴെ വെച്ച് പുറകിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. നമ്മുടെ നോട്ടം മുകളിലോട്ടോ നേരെ നോക്കും. ഇനി മുന്നിൽ ഇരിക്കുന്ന കാലിനെ എടുത്ത് പുറകിലോട്ട് കൊണ്ടുപോകുക, ദണ്ഡാസനം. രണ്ട് കൈയിലും കാലുമായിട്ട് നിൽക്കുക. കണ്ടോ, ഇനി പുഷപ്പ് എടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. കണ്ടോ, നമ്മുടെ ബോഡി ഒന്ന് ഫ്രണ്ടിലോട്ടാക്കി കൊടുക്കുക, നമ്മുടെ നോട്ടം ഫ്രണ്ടിലേക്ക്, ദണ്ഡാസനം. അവിടെ നിന്ന് അഷ്ടാംഗ നമസ്കാരം. രണ്ട് കാൽമുട്ട് വയ്ക്കുക, നെഞ്ച് വയ്ക്കുക, താടി അല്ലെങ്കിൽ നെറ്റി വയ്ക്കുക. അല്ല വണ്ണവും വയറും ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം ചെയ്യാൻ. അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക, സാധാരണ കമഴ്ന്ന് കിടന്നോളും. കുറച്ച് ദിവസം പഠിച്ചതിന് ശേഷം ചെയ്താൽ മതി കറക്റ്റ് സ്റ്റെപ്പ്. അവിടെ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് പുറകെ ഇരിക്കുന്ന കാല് ചേർത്ത് വെച്ച് രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വയ്ക്കുക, നെറ്റി താഴെ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഹെഡും ചെസ്റ്റും ഉയർത്തിയ ഭുജംഗാസനം. കൈക്ക് നല്ല ബലം കൊടുക്കുക, കാലിന് ബലം കൊടുക്കുക, പർവ്വതാസനം. അവിടെ നിന്ന് ഇടത് കാൽ മുന്നിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, രണ്ട് കാൽമുട്ട് ആദ്യം താഴെ വയ്ക്കുക. ഇങ്ങനെയല്ലേ നിൽക്കുന്നത് നമ്മൾ. നിന്നതിന് ശേഷം രണ്ട് കാൽമുട്ട് താഴെ വയ്ക്കുക. താഴെ വച്ചതിന് ശേഷം ഇടത് കാലിനെ എടുത്ത് പിടിച്ച് സാവധാനം പറ്റുന്നത് പോലെ രണ്ട് കൈയുടെ നടുക്കോട്ട് എത്തിക്കുക. മുകളിലേക്ക് നോക്കിയേ. പുറകിരിക്കുന്ന കാലും കൂടെ മുന്നിലോട്ട് കൊണ്ടുവരാം, പാദഹസ്താസനം. അവിടെ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ പുറകിലേക്ക്, ആർച്ച് ബാക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഞാൻ കൗണ്ട് ചെയ്ത് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും.
ഇത് ചെയ്യുന്ന കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഡെയിലി റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് താനേ ചെയ്ത് വരാൻ പറ്റും. ആദ്യം നിങ്ങൾ ബ്രീത്ത് ശ്വാസം ഒന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. മാറ്റിൻ്റെ മുന്നിലോട്ട് വന്നിരിക്കും. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റെപ്പ് ഞാൻ പുറകിലോട്ട് ഇറങ്ങി നിൽക്കുന്നത്. ശരിക്കും മുന്നിലോട്ടാണ് വന്ന് നിൽക്കേണ്ടത്. 2 കൈ മുന്നിലേക്ക്, പ്രണമാസനം. 1 2 3 4 5 6. അവിടുന്ന് ഹസ്ത ഉത്താനാസനം. 2 കൈ പുറകിലേക്ക്, ആർച്ച് ബാക്ക്. 1 2 3 4 5 6. ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം. 1 2 3 4 5 6. അവിടുന്ന് വലത് കാൽ പുറകിലേക്ക് വയ്ക്കുക. നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. 1 2 3 4 5 6. മുന്നിരിക്കുന്ന കാലം കൂടെ പുറകിലേക്ക് ദണ്ഡാസനം. 2 കൈയിലും കാലുമായിട്ട് നിൽക്കുക. 1 2 3 4 5 6. അഷ്ടാംഗ നമസ്കാരം. 2 കാൽമുട്ട് വയ്ക്കുക, നെഞ്ച് വയ്ക്കുക, താടി അല്ലെങ്കിൽ നെറ്റി വയ്ക്കുക. പറ്റാത്തവരെന്ത് ചെയ്യുക, ആദ്യം കുറച്ച് ദിവസം ഒന്ന് കമിഴ്ന്നങ്ങ് കിടക്കുക. അവിടെ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് ഹെഡിൽ ജസ്റ്റ് ഉയർത്തിയ. 1 2 3 4 5 6. കൈക്ക് നല്ല ബലം കൊടുക്കുക, കാലിന് ബലം കൊടുക്കുക. തലകത്തോട്ട് കൊണ്ടുപോയി. 1 2 3 4 5 6. അവിടെ നിന്ന് വലത് കാലം മുന്നിലേക്ക് കൊണ്ടുവരാം. എടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം 2 മുട്ട് താഴെ വയ്ക്കുക. സാധാരണ കാലിനെ മുന്നിലോട്ട് എന്ത് ചെയ്യുക, പിടിച്ച് കൊണ്ടുവരാം. എന്ത് ചെയ്യുക, മുന്നിലേക്ക് നോക്കുക. 1 2 3 4 5 6. പുറകിരിക്കുന്ന കാലം കൂടെ മുന്നിലേക്ക് കൊണ്ടുവരാം. പാദഹസ്താസനം. 1 2 3 4 5 6. അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ പുറകിലേക്ക് വളയ്ക്കുക. ആർച്ച് ബാക്ക്. 1 2 3 4 5 6. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. നമ്മൾ ഒരു സൈഡേ ആയിട്ടുള്ളൂ, വലത് സൈഡ് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തത്. അടുത്ത ഇടത് സൈഡാണ് ചെയ്യാൻ പോകുന്നത്. മാറ്റിൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുക. വന്നിരുന്നോ. 2 കൈ മുന്നിലേക്ക്, പ്രണമാസനം. 1 2 3 4 5 6. അവിടെ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ ആർച്ച് ബാക്ക്, പുറകിലേക്ക് വളയുക. 1 2 3 4 5 6. അവിടെ നിന്ന് ശ്വാസം പുറത്തേക്ക് വിട്ട് 2 കാലിന് 2 സൈഡിലോട്ട് കൈ വയ്ക്കുക. 1 2 3 4 5 6. അവിടെ നിന്ന് ഇടത് കാൽ പുറകിലേക്ക് വെച്ച് കാലിൻ്റെ മുട്ട് കണ്ടോ താഴെ ഇരിക്കും. മാക്സിമം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. മുകളിലേക്ക് നോക്കുക, നമ്മൾ നേരെ നോക്കുക. 1 2 3 4 5 6. വലത് കാൽ പുറകിലേക്ക് ദണ്ഡാസനം. കണ്ടോ, പുഷപ്പ് എടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുക. 1 2 3 4 5 6. അഷ്ടാംഗ നമസ്കാരം. 2 കാൽമുട്ട് വയ്ക്കുക, നെഞ്ച് വയ്ക്കുക, താടി അല്ലെങ്കിൽ നെറ്റി വയ്ക്കുക. ഇത് ചെയ്യാൻ പറ്റാത്തവർ കമിഴ്ന്നങ്ങ് കിടക്കുക. 1 2 3 4 5 6. അവിടെ നിന്ന് ഭുജംഗാസനം. 1 2 3 4 5 6. കൈക്ക് നല്ല ബലം കൊടുക്കുക, കാലിന് ബലം കൊടുക്കുക, തലകത്തോട്ട് കൊണ്ടുപോയി. 1 2 3 4 5 6. 2 കാൽമുട്ട് താഴെ വയ്ക്കുക. ഇടത് കാല് സാവധാനം മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നോക്കിയാൽ. 1 2 3 4 5 6. പുറകിരിക്കുന്ന കാലം കൂടെ മുന്നിലോട്ട് കൊണ്ടുവരാം. പാദഹസ്താസനം. 1 2 3 4 5 6. അവിടെ ശ്വാസം എടുത്തുകൊണ്ട് 2 കൈ പുറകിലേക്ക് വളയ്ക്കുക. 1 2 3 4 5 6. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ ആയി വരും. നമുക്കിപ്പോൾ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, കുറച്ചായിട്ട് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ.